എല്ലാവർക്കും നമസ്കാരം. APPയുടെ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പറയാൻ വേണ്ടി പോവുകയാണ്. അതിനുമ്പോൾ ഒരു കാര്യം പറയട്ടെ. സിലബസ് കണ്ടിട്ട് പല ആൾക്കാരും ചിന്തിക്കുകയാണ്, സാറേ ഇനി പഠിക്കണോ, ഇതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റുമോ? ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഞാൻ ഉറപ്പ് പറയുന്നു 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. ക്ലാസ്സുകൾ എണ്ണം കൂടുതലാണ്, ശരി തന്നെയാണ്. നിങ്ങൾ കിട്ടേണ്ട ജോലി ആലോചിച്ച് നോക്കി. ഒരു വലിയ ജോബിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒരു വലിയ ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് ഈ 50 ദിവസം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, ഒരു വലിയ ജോലി നേടുക. നമുക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുതരാം. ജൂൺ 1 ആരംഭിക്കുന്നത്. ഡേ 1 ജൂൺ 1 അവിടെ മൊഡ്യൂൾ 1 കൃത്യമായിട്ട് പറയുന്നുണ്ട്. മൊഡ്യൂൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ ക്ലാസ് പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് വരുന്നത് ജൂറിസ്പ്രുഡൻസ് ആണ്. ക്ലാസ് 1 to 5 പഠിക്കണം. ഡേ 2 ജൂറിസ്പ്രുഡൻസ് തന്നെ 6, 7, 8, 9, 10 അത്രയും ക്ലാസ് പഠിക്കണം. അപ്പം 5 ക്ലാസ്സുകളും പഠിക്കാനുണ്ട്. ചിലർ പറയും, സാറേ ഈ 5 ക്ലാസ് പഠിക്കാൻ പറ്റുമോ? പഠിക്കണം. നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം കുറയ്ക്കാൻ സാധിക്കും. പിന്നീട് ഡേ 3 കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇങ്ങനെ നോക്കി നിങ്ങൾ ജൂറിസ്പ്രുഡൻസ് പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, ഇന്റർപ്രിട്ടേഷൻ പഠിക്കണം. അതേ കണക്ക് മൊഡ്യൂൾ 10 ടോപ്പിക്ക് അവിടെ ആ മിസ്സിന്റെ പേര് ഉൾപ്പെടെ പറയുന്നുണ്ട് ഏതൊക്കെ ക്ലാസ് കാണണമെന്ന്. അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് എവിഡൻസ്. അപ്പം അതായത് എല്ലാ മൊഡ്യൂളും കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ഒരു മൊഡ്യൂളിൽ മാത്രം പ്രയോറിറ്റി കൊടുക്കുകയല്ല ചെയ്യുന്നത്. എല്ലാ മൊഡ്യൂളും പഠിച്ചെടുക്കണം. അവിടെ മാക്സിമം എക്സാം എഴുതണം. എല്ലാ ദിവസവും പഠിക്കാൻ ടോപ്പിക് ഉണ്ടാകും. ഡെയിലി എക്സാം എഴുതണം. രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ഇന്ന് മാസ്റ്റർ കീ അക്കാഡമിയുടെ ഇന്ന ടോപ്പിക്ക് പഠിക്കണം, 5 ക്ലാസ് കണ്ട് പഠിക്കണം, വൈകുന്നേരം എക്സാം ഉണ്ട്. ആ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ഒരു പ്ലാനിങ് ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ എണീക്കുക, കൃത്യമായിട്ട് 5 ക്ലാസ് കണ്ടുപിടിക്കുക, ഒന്നുകൂടി റിവിഷൻ ചെയ്യുക, രാത്രി 9 മണിക്ക് എക്സാം എഴുതുക. ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ പറ്റും. മാത്രവുമല്ല, കുറച്ച് ദിവസം റിവിഷൻ ചെയ്യാൻ കിട്ടും. അപ്പം നമുക്ക് മൊഡ്യൂൾ വൈസ് എക്സാം എഴുതാം, മോഡൽ എക്സാം എഴുതുക. നിങ്ങൾ നന്നായി പഠിച്ചാൽ ഞങ്ങളൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ചെറിയൊരു ഫീസ് മാത്രം അടച്ചാൽ മതി. എത്രയും പെട്ടെന്ന് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക്